പുതിയ കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്, പുതിയ ആളുകളുമായിട്ടല്ലേ നമ്മൾ ഇടപഴകുന്നത്. പുതിയ കാലത്തെ പുതിയ സ്വഭാവം, പുതിയ മനുഷ്യൻ്റെ ആറ്റിറ്റ്യൂഡുകൾ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യത്തിലാണ്. നിങ്ങളൊരു സിനിമ കാണുമ്പോൾ ആ സിനിമ തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്ത് കാണുമ്പോൾ ആ ടിക്കറ്റിൻ്റെ പുറത്ത് 3 രൂപ സെസ് ഉണ്ട്. ആ സെസ്സാണ് സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധിയുടെ വരുമാനം എന്നത്. ഇതൊന്നും ഇല്ലാത്ത കാലത്തും എന്നെ അറിയുന്ന ആൾക്കാർ ധാരാളം പേരുണ്ടായിരുന്നു. ഈ നടനല്ലാതിരുന്നപ്പോഴും സംവിധായകനല്ലാതിരുന്നപ്പോഴും എന്നെ അറിയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് ഒരു വലിയ സൗഹൃദമുണ്ട് എന്നുള്ളതാണ്. ആ സൗഹൃദത്തിന്റെ പുറത്ത് തന്നെയാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ചില മനുഷ്യന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. സൊസൈറ്റിയിൽ ഏറ്റവും താഴെ സാധാരണ മനുഷ്യന്മാർക്ക് വേണ്ടി സ്വന്തം ജീവിതം ത്യജിച്ച ആളുകളുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ആളുകൾ നിൽക്കുന്ന ഒരു അല്ലെങ്കിൽ അവരൊക്കെ കൂടി ചേർന്ന് തന്ന ഒരു നന്മയുടെ പുറത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം എന്നുള്ള ഒരു ബോധം എനിക്കുണ്ടായിരുന്നു. അത് മറ്റുള്ളവർക്കുണ്ടാവട്ടെ. നമസ്കാരം. ഹമ മീഡിയയുടെ ഒരു പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെപ്പോഴും ഹമ മീഡിയയുടെ ഫ്ലോറിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് ആളുകളെ നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത ഒരുപാട് സെലിബ്രിറ്റീസ്, അതല്ലെങ്കിൽ എഴുത്തുകാർ, പൊളിറ്റീഷ്യൻസ്, ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ വരുന്നുണ്ട്. ഇന്ന് ഞാൻ ഒരു മുഖവരെയൊന്നും ആവശ്യമില്ലാത്ത ഒരു വ്യക്തിത്വമാണ് നമ്മളോട് കൂടെയുള്ളത്. മറ്റൊന്നുകൂടിയുണ്ട്. സാധാരണഗതിയിൽ നമ്മളൊരു ഇൻ്റർവ്യൂവിലൊന്നും സജീവമായിട്ട് അല്ലെങ്കിൽ നമ്മൾ കാണാത്ത ഒരു പ്രതിഭ കൂടിയാണ് അദ്ദേഹം. സിനിമ നടനാണ്, അതോടൊപ്പം എഴുത്തുകാരനാണ്, സംവിധായകനാണ്, തിരക്കഥാകൃത്താണ്. നമ്മൾ ഒരുപാട് സവിശേഷതകളുണ്ട്. ഇനി ഒരു പേര് കൂടി പറഞ്ഞിട്ട് അദ്ദേഹത്തെ ചെറുതാക്കുന്നില്ല. നമസ്കാരം മധുപാൽ സർ. ഓക്കെ സാറ്, ഞാനിപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് ഇപ്പോൾ പല കാര്യങ്ങൾ സാറിൻ്റെ ഒരു പേരിനോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെടാൻ പറ്റിയ സംവിധായകൻ, എഴുത്തുകാരൻ, നടൻ, പക്ഷേ ഏറ്റവും പോപ്പുലറായിട്ടുള്ള രീതിയിൽ സാറ് 1994 മുതൽ സിനിമ ഒരു നടൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് സാറ് സജീവമായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ടുള്ള സംഭവം, ഫെയിമായിട്ടുള്ള സംഭവം അത് തന്നെയായിരിക്കും. പക്ഷേ സാറിലെ ഏറ്റവും കൂടുതൽ സാർ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം എന്താണ്? സാറിലെ നടനാണോ, എഴുത്തുകാരനാണോ, സംവിധാനമാണോ? സാർ എൻജോയ് ചെയ്യുന്ന ഒരു സാധനം ഏതാണ് അതിൽ? നമസ്കാരം. ഞാൻ അങ്ങനെ ഇപ്പം നിങ്ങൾ ഈ പറയുന്ന പോലെ അൾട്ടിമേറ്റായിട്ട് നടനാണ്, സംവിധായകനാണ്, എഴുത്തുകാരനാണെന്നൊക്കെ പറയുന്നതിനകത്ത് മനുഷ്യരുമായിട്ട് ഇടപഴകുന്ന ഒരു സാധാരണ മനുഷ്യനായിട്ട് അറിയപ്പെടാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. കാരണം ബാക്കിയെല്ലാം നമുക്ക് ആഡ് ഓൺ ആണ്. എല്ലാ തരത്തിലും ഈ എൻ്റെ തൊഴിലുമായോ അല്ലെങ്കിൽ അതൊരു തൊഴിൽ പോലെയൊക്കെ ബന്ധപ്പെട്ട സാധനമാണ് നടൻ, സംവിധാനം. എഴുത്തുകാരൻ്റെ സ്വകാര്യതയാണ് അത്. എനിക്ക് തോന്നുമ്പോൾ മാത്രം എഴുതുക എന്നും എനിക്ക് ഇടപെടണമെന്നും പറയണമെന്നും തോന്നുമ്പോൾ മാത്രം എഴുതുക എന്ന് പറഞ്ഞ കാര്യമാണ്. ഇതൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനാവുക എന്നാണ്. സാധാരണ എല്ലാവരുമായിട്ട് ഇടപഴകിക്കൊണ്ട് നല്ലൊരു, ഇപ്പം നിങ്ങളുടെ ഈ ഒരു ഇൻ്റർവ്യൂ തന്നെ ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യൂ എന്ന് പറയുമ്പോൾ പോലും ഞാൻ മെൻ്റലി നമ്മൾ പ്രിപ്പയർഡ് ആവാത്തൊരു കാര്യങ്ങളുണ്ടാവുന്നില്ല. മെൻ്റലി പ്രിപ്പയർഡ് ആകുമ്പോൾ മാത്രമാണ് കുറച്ചുകൂടെ കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു സ്വീകാര്യത ഉണ്ടാവുന്നത്. അല്ലെങ്കിലും നിങ്ങളോട് സഹകരിക്കാന്ന് പറയുന്നത് വേറെ ഒരുപാട് ആളുകളുമായിട്ടുള്ള എൻ്റെ സഹവാസത്തിൻ്റെയും എൻ്റെ ഒരു അടുപ്പത്തിൻ്റെയും ഒക്കെ പേരിൽ നിന്നുകൊണ്ടാണ്. അപ്പം അൾട്ടിമേറ്റായിട്ട് ഇതൊക്കെ ചേർത്ത് നിൽക്കുന്ന ഒരാളുണ്ടല്ലോ, ആ ആളായിട്ട് അറിയപ്പെടുക എന്നത് തന്നെയാണ് അറിയപ്പെടാനാണ് ആഗ്രഹം. ഇതിൽ ഇന്നതാണ് ഏറ്റവും ഞാൻ അതുകൊണ്ട് അത് കാര്യമില്ല. ഇന്നത് കൊണ്ടാണ് എന്നെ ആളുകൾ കൂടുതൽ അറിയുന്നത് എന്ന് പറയുന്നത്. ഞാൻ ഇതൊന്നും ഇല്ലാത്ത കാലത്തും എന്നെ അറിയുന്ന ആൾക്കാർ ധാരാളം പേരുണ്ടായിരുന്നു. ഈ നടനല്ലാതിരുന്നപ്പോഴും സംവിധായകനല്ലാതിരുന്നപ്പോഴും എന്നെ അറിയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് ഒരു വലിയ സൗഹൃദമുണ്ട് എന്നുള്ളതാണ്. ആ സൗഹൃദത്തിന്റെ പുറത്ത് തന്നെയാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ പുറത്ത് കിട്ടിയ കാര്യമൊന്നുമില്ല. ഇതിന്റെ പുറത്ത് കിട്ടുന്നത് ഈ ഫേമസ് ആയി നിൽക്കുന്ന, അല്ലെങ്കിൽ ഫെയിമിന്റെ പുറത്ത് വരുന്ന ആൾക്കാരായിരിക്കും ഇതിന്റെ പുറത്ത് നിൽക്കുന്നത്. അതല്ലാത്ത കുറെ മനുഷ്യന്മാരെ എനിക്ക് തീർച്ചയായിട്ടും. അല്ല, സാറിന്റെ ഈ എഴുത്തുകളിലേക്ക് വരുമ്പോൾ സാറിനും നമ്മൾ അധികം പേരും ഒരുപക്ഷെ പഴയ കാലത്ത് ബാലരമ, പൂമ്പാറ്റ പോലെ പല കൃതികളിലൊക്കെ തന്നെയും അങ്ങനെ എഴുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ സാറ്? ആ ഒരു സമയത്ത് തുടക്കം. പിന്നെ അപ്പോൾ ആ എഴുത്തിന്റെ മേഖലയിലേക്ക് പക്ഷേ ഒരു പുസ്തകം എഴുതി പ്രകാശനം ചെയ്തതിന് മുമ്പ് തന്നെ, അതല്ലെങ്കിൽ ഒരുപാട് സിനിമകളിൽ കണ്ടിന്യൂസ് ആയിട്ട് അഭിനയിച്ചു വന്നു, അങ്ങനെ ഒരു തിരക്കുള്ളൊരു നടന് കൂടിയായിരുന്നു. അങ്ങനെ തിരക്കായതുകൊണ്ട് മാത്രം വൈകിപ്പോയതായിരിക്കുമോ വല്ല പുസ്തകങ്ങളും എഴുതാൻ അങ്ങനെ ആയിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എന്നെ ഇപ്പം അതുകൊണ്ട് മാത്രം
നമ്മൾ എഴുതുക എന്നുള്ളത് നമുക്ക് പറ്റുമ്പോൾ എഴുതുക എന്നുള്ളത് മാത്രമല്ല, അല്ലാതെ പറയണമെന്ന് തോന്നുമ്പോൾ എഴുതുക എന്നുള്ളത് ഓക്കെ, പണ്ടും അങ്ങനെ തന്നെയായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെ. അങ്ങനത്തെയാണ്. ഓക്കെ, നമ്മൾ കാശ്മീരം എന്ന സിനിമയാണ് പ്രോപ്പറായിട്ട് നമ്മളിങ്ങനെ അത് അവിടുന്ന് എന്നുള്ളതാണ്. സാറിൻ്റെ സിനിമകൾ സംവിധാനം ചെയ്ത സിനിമകൾ തലപ്പാവ് എന്നുള്ള ഒരു സിനിമ ഭയങ്കരമായിട്ടുള്ള ഒരു നടന്ന സംഭവത്തെ ആസ്പദമാക്കിയിട്ട്, പ്രത്യേകിച്ച് ചരിത്ര സംഭവങ്ങളെ അല്ലെങ്കിൽ നടന്ന സംഭവങ്ങളെയൊക്കെ ആസ്പദമാക്കിയിട്ട് ഒരു സാധനം ചെയ്യുമ്പോൾ കുറച്ചുകൂടി എഫേർട്ടാണ്. കാരണം ഒരു കഥാകാരൻ്റെ സ്വാതന്ത്ര്യത്തിനപ്പുറത്തേക്ക് കുറച്ച് യാഥാർത്ഥ്യത്തെ കൂടി അതിൽ ഉൾക്കൊള്ളിച്ച് വരുമ്പോൾ ആ ഒരു ടാസ്ക് സാർ ഏറ്റെടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? അങ്ങനെ ഒരു അതിൽ ഞാൻ പറഞ്ഞത് നമുക്ക് പറയണമെന്ന്, ഈ കഥ നാട്ടുകാരോട് പറയണം എന്ന് എനിക്ക് തോന്നിയിരുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യങ്ങളിൽ അതുണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ അത്തരം ഒരു മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ മറ്റൊരാൾക്ക് വേണ്ടിയല്ല, ഇപ്പം സ്വന്തം പലപ്പോഴും പല മനുഷ്യന്മാർ ആഗ്രഹിക്കുന്നതാണ് അവനവന് വേണ്ടി എന്നുള്ളതാണ്. ഈ അവനവന് വേണ്ടി അല്ലാതെ മറ്റുള്ളവർക്ക് കൂടി വേണ്ടി ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ടായിരുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. അപ്പോൾ അത്തരം ആളുകളെ പുതിയ ജനറേഷനോടൊപ്പം നിന്ന് പരിചയപ്പെടുത്തുക, അല്ലെങ്കിൽ അവരോടൊപ്പം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നൊരു ദൗത്യം കൂടി ഉണ്ട് ഇതിനകത്ത്. ഇങ്ങനെയുള്ള ചില മനുഷ്യന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. സൊസൈറ്റിയിൽ ഏറ്റവും താഴെ സാധാരണ മനുഷ്യന്മാർക്ക് വേണ്ടി സ്വന്തം ജീവിതം ത്യജിച്ച ആളുകളുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ആളുകൾ നിൽക്കുന്ന ഒരു അല്ലെങ്കിൽ അവരൊക്കെ കൂടി ചേർന്ന് തന്ന ഒരു നന്മയുടെ പുറത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം എന്നുള്ള ഒരു ബോധം എനിക്കുണ്ടായിരുന്നു. അത് മറ്റുള്ളവർക്കുണ്ടാവട്ടെ, മറ്റുള്ളവരോട് കൂടി പറയട്ടെ, മറ്റുള്ളവർക്ക് കൂടി കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞൊരു താല്പര്യമായിരുന്നു എനിക്ക് അങ്ങനൊരു കഥ ആലോചിക്കുമ്പോൾ ഉണ്ടായത്. പിന്നെ പൊതുവെ ഒരു കറണ്ട് പൊളിറ്റിക്സ്, ആ ഒരു സിനിമ പറയുന്ന പൊളിറ്റിക്സ് പറയണം എന്നും എനിക്ക് തോന്നിയിരുന്നു. ഓക്കെ, 2008 തലപ്പാവ് ആദ്യമായിട്ട് ചെയ്തത്. പിന്നെ രണ്ടാമത്തെ അടുത്തൊരു സിനിമ കറക്റ്റ് സംഭവിക്കുന്നത് ഒഴിമുറി എന്ന് പറയുന്ന സിനിമ, അത് 2012 അത് കഴിഞ്ഞ് വീണ്ടും ഒരു 6 വർഷത്തെ സമയം എടുത്തു നമ്മൾ കുപ്രസിദ്ധ പയ്യൻ ചെയ്യാൻ. അപ്പം ശരിക്ക് 4, 6 അത് കഴിയുമ്പോൾ ശരിക്കും 8 എന്ന് പറയുമ്പോൾ 2026 8ാമത്തെ വർഷം വരുന്നത്. സാറിൻ്റെ ഒരു പുതിയ സിനിമ എന്നുള്ള വർഷം ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ അതൊരു കറക്റ്റ് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് വരുന്നത്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പറയാൻ ആയിട്ടുണ്ട്, അല്ലാതെ പറയും അത്. ഓക്കെ ഓക്കെ, ആരോഗ്യത്തിലാണ്. ഓക്കെ, പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ ഇപ്പം സമൂഹത്തിൽ നടക്കുന്ന പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അഭിപ്രായം പറയാറുണ്ട് പലപ്പോഴും. ഒന്ന് ലക്ഷദ്വീപുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിലപാട് രേഖപ്പെടുത്തി. പക്ഷെ അതിനുശേഷം ഒന്നും അങ്ങനെ അത്ര സജീവമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒന്നും പറഞ്ഞതായിട്ട്, ഞാൻ സോഷ്യൽ മീഡിയയിൽ പൊതുവെ മാറി നിൽക്കുന്ന ഒരു സ്വഭാവത്തിലാണ്. കാരണം നമ്മുടെ സമയം പകുതിയിൽ കൂടുതൽ നഷ്ടപ്പെടുത്താൻ ഉപകരിക്കുന്ന ഒരു ഇടമായിട്ടാണ് എനിക്ക് സോഷ്യൽ മീഡിയ തോന്നിയിട്ടുള്ളത്. ഞാൻ സോഷ്യൽ മീഡിയ ബേസ് ചെയ്തുകൊണ്ട് നോവലും എഴുതിയിട്ടാണ്, ഫേസ്ബുക്കിൽ നിന്ന് നോവലും എഴുതിയിട്ടാണ്. അത് സോഷ്യൽ മീഡിയ ഒക്കെ ഈ കേരളത്തിൽ വ്യാപകമായി മാറുന്നതിന് മുമ്പ് 2019 ചെയ്തിട്ടൊരു നോവലുമായിരുന്നു. അത് 2010 പബ്ലിഷ് ചെയ്യുന്നത്. അപ്പം അന്ന് പോലെ എനിക്ക് അന്ന് ഞാൻ കണ്ടിരുന്ന ഒരു സോഷ്യൽ മീഡിയയുടെ സ്വഭാവമല്ല ഇന്ന്, അല്ലെങ്കിൽ അന്ന് ഞാൻ അതിനകത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് ഇതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ സമയം അതിനുവേണ്ടി മെനക്കെടുത്തതിൽ താല്പര്യമില്ല എന്ന് തോന്നി. പിന്നെ ഇത് ഒരു പരിധിവരെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യമല്ലല്ലോ. അപ്പോൾ അങ്ങനൊരു രീതിയിൽ നിൽക്കുക എന്ന് പറയുന്ന അതുകൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയ അത്ര സജീവമല്ല. ഫേസ്ബുക്കിൽ ഏറ്റവും അവസാനമായിട്ട് സാർ ഒരു പോസ്റ്റ് 2024 സെപ്റ്റംബറിലാണ് ഏറ്റവും അവസാനമായിട്ടൊരു പോസ്റ്റ് വരുന്നത്. പക്ഷെ അത് പോസ്റ്റ് അല്ല, ഒരു സിനിമയുടെ ഒരു ലിങ്ക് ആയിരുന്നു. സാർ ഓർക്കുന്നുണ്ടോ ആ സാധനം? ഏതാണ്? ARMന്റെ ഒരു സോങ് ആയിരുന്നു, എല്ലാവരും കാണണം എന്ന് പറഞ്ഞിട്ട്. അല്ല, നമ്മൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുള്ളൂ, അല്ലാതെ വേറെ അല്ല. അത് ഇട്ടിട്ട് ഇത്ര വർഷം മീൻസ് അപ്പൊ സ്വാഭാവികമായിട്ടും സാർ അത്രമാത്രം സോഷ്യൽ മീഡിയയിൽ ഇല്ല. പക്ഷെ അതേസമയം ഇൻസ്റ്റാഗ്രാമിൽ റീസെന്റ് ആയിട്ട് പോസ്റ്റുകൾ, ഇൻസ്റ്റാഗ്രാമിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തും നമ്മൾ ഉണ്ടാവണമല്ലോ. കുറച്ചുകൂടിയും ആളുകളിലേക്ക് റീച്ച് ആവാൻ പുതിയ കാലഘട്ടത്തിൽ നല്ല ഇൻസ്റ്റാഗ്രാം എന്നുള്ള തോന്നലാണോ? ശരിക്കും ഒരു പരിധി വരെ അങ്ങനെയും ഞാൻ കരുതുന്നുണ്ട്. കാരണം കുറെ കൂടെ എന്താ പറയാ, ഞാൻ പൊതുവെ നമ്മൾ പറയില്ല, നമ്മൾ ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് യങ്ങർ ജനറേഷനോട് കൂടിയാണ് എന്ന് എനിക്ക് തോന്നി. അപ്പം ആ ആളുകളോടൊപ്പം നിൽക്കാൻ പറ്റുന്നതും ആ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് അറിയാനും എളുപ്പമുള്ളത് ഇപ്പോൾ ഇൻസ്റ്റയാണ്. ഇൻസ്റ്റയും കടന്നു വേറെ ലൈനിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ എല്ലാവരും അപ്ഡേറ്റ് ആവണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പം കലാകാരന്മാരായാലും അതിൽ എഴുത്തുകാരായാലും ഒക്കെ തന്നെ പുതിയ കാലഘട്ടത്തിൻ്റെ പൾസ് അറിയുക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണെന്ന് സാർ വിചാരിക്കുന്നുണ്ടോ?
പുതിയ കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്, പുതിയ ആളുകളുമായിട്ടല്ലേ നമ്മൾ ഇടപഴകുന്നത്. പുതിയ കാലത്തെയും പുതിയ സ്വഭാവം, പുതിയ മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡുകൾ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യത്തിലാണ്. നമ്മൾ മുന്നോട്ടാണ് സഞ്ചരിക്കുന്നത്, അല്ലാതെ പിന്നിലേക്കല്ല. ഓക്കെ. സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി എന്ന് പറയുന്ന കേരള സർക്കാരിൻ്റെ ആ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് സാർ 2022 മുതൽ അതിൻ്റെ ചെയർമാനായിട്ട് നിൽക്കുന്നുണ്ട്. അത് എന്ത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അതിൻ്റെ പ്രധാനമായിട്ട് അതിന് മുന്നോട്ട് പോകുന്നത്? കേരളത്തിലെ കലാകാരന്മാർക്ക് വേണ്ടിയുള്ള സർക്കാരിൻ്റെ ഏറ്റവും വലിയ, അവരുടെ വെൽഫെയറിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ ഒരു പ്രസ്ഥാനമാണ് സംസ്ഥാന സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി എന്നുള്ളത്. ഇത് ഉണ്ട്. ഇപ്പോൾ 10,20,000-ഓളം മെമ്പേഴ്സ് ഇതിനകത്തുണ്ട്. ഒരു 4,000 ചിലവാനും ആളുകൾ, 4,500-ഓളം ആളുകൾക്ക് നമ്മൾ പെൻഷൻ കൊടുക്കുന്നുണ്ട്. അത് 4,000 രൂപയാണ് ഒരാൾക്ക് പെൻഷൻ. ഒപ്പം തന്നെ ഈ പറയുന്ന ഇത്രയും മെമ്പേഴ്സിനെല്ലാം തന്നെ അവരുടേതായ മെഡിക്കൽ ബെനിഫിറ്റ്സ്, അവരുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന എല്ലാവിധ കാര്യങ്ങൾക്കും, അവരുടെ വെൽഫെയറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ധനസഹായം ചെയ്ത് കൊടുക്കുന്നുണ്ട്. മനുഷ്യന് എപ്പോഴും ആവശ്യം വരുന്നത് ഒന്ന് വീണ് കഴിയുമ്പോൾ ഒരു താങ്ങ് പോലെ ഏതെങ്കിലും തരത്തിൽ ആശുപത്രി ആയാലും മരണമായാലും വിവാഹമായാലും പഠനമായാലും ഏത് തരത്തിലുള്ള കാര്യങ്ങളായാലും ഒരാൾ സഹായിക്കാൻ ഉണ്ടാവുക എന്നുള്ളതാണ്. അത്തരം രീതിയിലൊരു വലിയ സഹായം അക്ഷരാർത്ഥത്തിൽ ഈ സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് വഴി നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഇപ്പം ഒരു മാസം 4,000 രൂപ വെച്ചുകൊണ്ട് ഇത്രയും പേരെ കൊടുക്കുമ്പോൾ നമുക്കൊരു 1,80,00,000 രൂപയുടെ അടുത്ത് ഒരു മാസം ചിലവ് വരുന്നുണ്ട്. ഓരോ മാസവും 60 വയസ്സായ ആളുകൾ പെൻഷനേഴ്സായിട്ട് മാറുമ്പോൾ അത് ചിലപ്പോൾ 10, 20, 25 പേരൊക്കെ ഉണ്ടാവാറുണ്ട്. 25 പേര് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മാസം 1,00,000 രൂപ അഡീഷണലായിട്ട് വരികയാണ്. അങ്ങനെ ഓരോ മാസവും ആളുകൾ ഉണ്ടാവുന്നുണ്ട്. ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് കലാകാരന്മാർ നമുക്കുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. കാരണം അതൊരു തരത്തിൽ പറഞ്ഞാൽ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ, ഇപ്പം മക്കളെയോ അല്ലെങ്കിൽ മറ്റ് ആൾക്കാരെയോ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് ഏൺ ചെയ്യാവുന്ന തരത്തിൽ, സ്വന്തമായിട്ട് അവർ അനുഭവിക്കാവുന്ന തരത്തിലൊരു 4,000 രൂപ പെൻഷൻ കിട്ടുന്നു എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമായിട്ടില്ല കാണേണ്ടത്. ഇനിയിപ്പം ഉള്ള സമയങ്ങളിൽ തീർച്ചയായിട്ടും അതിനെല്ലാം റിവിഷൻസ് ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഗവൺമെന്റിന്റെ തീരുമാനത്തിലേക്ക് എത്തേണ്ട ഒരു കാര്യങ്ങളാണ്. നമ്മൾ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്, അത് നടപ്പിലാക്കേണ്ടത് സമയങ്ങളാണ്. ആ പ്രപ്പോസലൊക്കെ എല്ലാം അതിൻ്റെ ഒരു അപ്ഡേഷൻ്റെ കാര്യങ്ങളിലേക്ക് അടുത്ത ഒരാഴ്ചകളിലോ ഒരു മാസത്തിനകത്തൊക്കെ സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങളുണ്ട്. കാരണം നമ്മളൊരു കഴിഞ്ഞൊരു 4-5 മാസമായിട്ട് അതിൻ്റെ ഒരു ബോർഡ് അത്തരം ചില തീരുമാനങ്ങളിലേക്കൊക്കെ കൈക്കൊണ്ടിട്ടുള്ളതാണ്. അപ്പം അത് ഇമ്മീഡിയറ്റ് നമുക്കൊരു ഓർഡർ ആയിട്ട് കിട്ടണം എന്നുള്ളത് മാത്രമല്ല. ആ ഓർഡർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെതായ ഓർഡറുകളാണ്. അതിൽ ചിലപ്പോൾ ഉണ്ടാകുന്ന കാലതാമസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഒരു സ്ഥലത്ത് മാത്രം പോയാൽ പോരാത്തതുകൊണ്ടാണ്. ഏതൊരു തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോഴും അത് ലോയിലും ഫിനാൻസിലും ഒക്കെ പോയിട്ട് പല ഡിപ്പാർട്ട്മെൻറ്റുകളിലൂടെ സഞ്ചരിച്ചിട്ട് വേണം ഒരു സ്ഥായിയായ നിയമ ഉത്തരവുണ്ടാകാനായിട്ട്. അപ്പം അതിനുള്ള സമയം എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാനതൊരു ക്ലീഷേ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഒരു വലിയ കാര്യം കൊണ്ടുള്ള ചെയ്യാം, ഞാൻ ഇപ്പോഴും എല്ലായിടത്തും പറയുന്നതാണ്, നിങ്ങളൊരു സിനിമ കാണുമ്പോൾ ആ സിനിമ തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്ത് കാണുമ്പോൾ ആ ടിക്കറ്റിന്റെ പുറത്ത് 3 രൂപ സെസ് ഉണ്ട്. ആ സെസ്സാണ് സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധിയുടെ വരുമാനം എന്നുള്ളത്. അപ്പോൾ ഒരു സിനിമ കാണുക എന്ന് പറയുന്നത് വെറുതെ ഒരു സിനിമ കാണൽ മാത്രമല്ല, അതിലൂടെ കേരളത്തിലെ ഏകദേശം ഒരു 4,500-ഓളം കലാകാരന്മാരെ അക്ഷരാർത്ഥത്തിൽ സഹായിക്കുക കൂടി കേരളത്തിലെ പ്രേക്ഷകർ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിങ്ങൾ കൂടി മനസ്സിലാക്കുന്നുണ്ട്. കാരണം നമ്മളുടെ സിനിമയുടെ ആയാലും ടെലിവിഷൻ്റെ ആയാലും മറ്റ് നാടക സംഗീത അനുഷ്ഠാന പാരമ്പര്യ കലാരൂപങ്ങളിലെല്ലാം നിൽക്കുന്ന കലാകാരന്മാരെ മുഴുവൻ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനുള്ള ഒരു വരുമാന മാർഗമാണ് ഒരർത്ഥത്തിൽ ഈ തിയേറ്ററിൽ പോയി സിനിമ കാണുക എന്നുള്ളത്. ആ സിനിമ കാണുമ്പോൾ ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ ആ ടിക്കറ്റിൻ്റെ പുറത്തൊരു 3 രൂപ സെസ് നമുക്ക് കിട്ടുന്നത്. ആ സെസ്സാണ് ഈ കലാകാരന്മാർക്ക് ആനുകൂല്യങ്ങളായി കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപാധിയായിട്ട് മാറുന്നത്. സാറ് കുറച്ചും കൂടി ഒരു മാനുഷിക പരിഗണന ഒക്കെ അങ്ങനെയൊക്കെ ഉള്ളൊരു എഴുത്തുകാരൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ചിന്തയിലുള്ള ആളാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു സംഭവത്തിന്റെ തലപ്പത്തെത്തിയപ്പോൾ കുറച്ചും കൂടി ഒരു ചാരിതാർത്ഥ്യം അതുമായിട്ട് ബന്ധപ്പെട്ട് അല്ല, നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ലോ, പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഹാപ്പിനെസ് അല്ലേ, നമ്മൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകളുടെ പെയിനിന് നമ്മൾ അഡ്രസ്സ് ചെയ്യുക. നമ്മൾ ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്, ഒരുപാട് ആളുകൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യും. ഞാൻ പറയട്ടെ, ഞാൻ ഇതിനകത്ത് വരുന്ന സമയത്ത്
കോവിഡ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നത്. അന്ന് ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു നീക്കിയിരിപ്പുണ്ടായിരുന്ന മുഴുവൻ പൈസയും നമുക്ക് വരുമാനമൊന്നും ഇല്ലാതിരുന്ന സമയത്ത്, തിയേറ്ററുകളെല്ലാം അടച്ചിട്ടിരിക്കുന്ന ആ സമയത്ത് ഉണ്ടായിരുന്ന മുഴുവൻ പൈസയും 4000 രൂപ പെൻഷനായിട്ട് മാറ്റിയിരുന്നു ആ സമയത്ത്. അത് മുഴുവൻ കൊടുത്തു തീർത്തിട്ടാണ് നമ്മളിത് ഇതിനകത്ത് വരുന്നത്. പിന്നെയും എനിക്കുണ്ടായിരുന്ന പേടിയുണ്ടായിരുന്നത് അന്ന് തിയേറ്ററിൽ നിന്നുള്ള വരുമാനം ഇല്ല. 50% ആൾക്കാരും തിയേറ്ററുകളിലേക്ക് ഇനി ആള് വരുമോ, OTT എന്നൊരു പ്ലാറ്റ്ഫോം വന്നിരിക്കുന്നു, പുതിയൊരു കാലത്ത് നിൽക്കുന്നത് എന്തെങ്കിലും സാധ്യമാവുമെന്ന് നോക്കിയപ്പോൾ അതിനെ മുഴുവൻ മറികടക്കാൻ നമുക്ക് സാധിച്ചുവല്ലോ. അതുകൊണ്ട് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലായ്മയിൽ നിന്നും ശരിക്കും പറഞ്ഞാൽ കൊണ്ടുവന്നൊരു 5 വർഷമുണ്ട്. ഞങ്ങൾ ഏകദേശം 100 കോടി രൂപ അധികം പൈസ പറഞ്ഞ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് തന്നെ 106 കോടി രൂപയായിട്ടുണ്ട്. ഇപ്പം അത് ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 5 വർഷം കൊണ്ട് ചെലവഴിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് മുഴുവൻ ഇത്രയും പൈസ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. ദാറ്റ്സ് ഗ്രേറ്റ്. വലിയൊരു നേട്ടമാണ്. കാരണം ഒരുപാട് ഇത് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ആ സമയത്ത് അത് കിട്ടുക എന്ന് പറയുന്നത്. എനിവേ സാറ് വളരെ തിരക്കിനിടയിൽ കുറച്ച് സമയം ഞങ്ങളോട് ചിലവഴിക്കാൻ തന്നതിൽ എന്തായാലും ഹമാം മീഡിയയുടെ ഭാഗത്ത് നന്ദി അറിയിക്കുകയാണ്. എന്തായാലും സാർക്ക് ഈ ഒരു മേഖലയിൽ എസ്പെഷ്യലി മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ സജീവമായിട്ട് ഇടപെട്ട് ഇങ്ങനെ തന്നെ മുന്നേറാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും നേരാണ്. നന്നായിട്ട് ഇടപെടാൻ പറ്റുന്ന മീഡിയമാണ് മനുഷ്യനും ഈ എല്ലാ കലാവേദികളും. ആളുകളോട് എന്തെങ്കിലും തരത്തിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു സമയം ഉണ്ടായി വരുമ്പോൾ മാത്രമാണ് നമുക്ക് ചെയ്യുന്നത്. പക്ഷേ തിരക്കുകൾക്കിടയിലും അല്ലെങ്കിൽ ഈ ഇത്തരം ഓരോ യാത്രകൾക്കിടയിലും നമ്മൾ ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്, അവരുമായിട്ട് ഇടപഴകുന്നുണ്ട്. അത് നിലനിർത്താൻ കഴിയട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ കലാകാരന്മാർക്കും അവരവരുടേതായ ഇഷ്യൂസും അവരുടേതായ സങ്കടങ്ങളും വേവലാതികളും ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ ചിലർക്ക് ചിലത് കിട്ടുന്നില്ല, ചിലർക്ക് നടത്തിയെടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ ഇതെല്ലാം നമ്മൾ മെനക്കെടുന്ന ഒരു സമയമുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ചെയ്യാൻ നമുക്ക് പറ്റുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായി വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എല്ലാ കലാകാരന്മാർക്കും ഈ പറയുന്ന രീതി, ഇപ്പം സിനിമ എടുക്കുന്നവർക്ക് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, സിനിമ ചെയ്യുന്ന ആളുകൾ അവർക്ക് അയ്യോ പറ്റുന്നില്ല എന്ന് പറഞ്ഞത് വേവലാതിപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ബേസിക് സാധനമല്ല, നമ്മളൊരു ഒന്ന് സ്വരുക്കൂട്ടി എടുത്ത് വെച്ചുകൊണ്ട് അത് ഏറ്റവും പ്രോഗ്രസീവ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. അത് നടക്കാൻ കഴിയട്ടെ, അങ്ങനെയുള്ള പ്രാർത്ഥന എപ്പോഴും ഉണ്ട്. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു.